വെൽക്കം ബാക്ക് ടു ഫോർ ഫാമിലി യൂട്യൂബ് ചാനൽ. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ട് സന്ദർശിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് വളരെ ആവേശജനമായ ഒരു ഫുട്ബോൾ മത്സരം, ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുട്ബോൾ മത്സരത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയാണ്. ആരാധകർ കാത്തിരുന്ന ഒരു സ്വപ്ന ഫൈനലിനാണ് ഞായറാഴ്ച പുലർച്ചെ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. മറക്കാന സ്റ്റേഡിയത്തിൽ അർജൻറ്റീനയും ബ്രസീലും ഏറ്റുമുട്ടുമ്പോൾ നമുക്കറിയാം, അത് ലോകത്തിലെ ഓരോ ഫുട്ബോൾ പ്രേമികളെയും, പ്രത്യേകിച്ച് അർജൻറ്റീന ബ്രസീൽ ആരാധകരെ ചങ്കിടിപ്പോടുകൂടി കാത്തിരിക്കുന്ന ആ ഒരു പോരാട്ടം തന്നെയായിരിക്കും. പ്രത്യേകിച്ചും ഈ രണ്ട് ടീമുകളുടെയും വിലയിരുത്തി കഴിഞ്ഞാൽ, രണ്ട് താരങ്ങൾ നെയ്മർ ആൻഡ് മെസ്സി, നെയ്മറും മെസ്സിയുടെയും ചുമലിലേറിയാണ് ഈ രണ്ട് ടീമുകളും ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. പൊതുവെ യൂറോ കപ്പുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോപ്പ അമേരിക്ക ഒരു നിലവാര തകർച്ച നമ്മൾ കണ്ടതാണ്. എങ്കിൽ പോലും ഈ ഒരു ഫൈനൽ ആ നിലവാര തകർച്ചയൊക്കെ മറികടക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ലിയണൽ മെസ്സി എന്ന ലോകോത്തര പ്രതിഭയ്ക്ക് ഒരു കിരീടമില്ല എന്ന ഒരു ദുഃഖകരമായ ഒരു സത്യം മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് വില കൊടുത്തും അവർ ആ കിരീടം നേടാൻ വേണ്ടി പോരാടുമെന്നുറപ്പാണ്. അതേസമയം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2019 കോപ്പ അമേരിക്ക നേടിയവരാണ്. അതുമാത്രമല്ല, ഫൈനൽ ബ്രസീൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ കപ്പെടുത്തിരിക്കുമെന്നുള്ളത് കുറച്ച് കാലങ്ങളായി തന്നെ നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഈ കോപ്പ ടൂർണമെൻറ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ ഓരോ കളിയിലും വളരെ നല്ല രീതിയിലുള്ള ഒരു ടീം പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്. അത് നെയ്മറിൻ്റെ നേതൃത്വത്തിൽ എല്ലാ താരങ്ങളും ഒന്നിച്ചിറങ്ങി ഗോളടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അർജൻറ്റീനയിലേക്ക് കടക്കുകയാണെങ്കിൽ മെസ്സി എന്നൊരു താരത്തിൻ്റെ ഏറ്റവും മികച്ചൊരു ഫോമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രീ കിക്കിലൂടെ അദ്ദേഹം നല്ല മികച്ച 2 ഗോളുകൾ നേടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ കുറേയധികം അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ച് എല്ലാവരും വളരെ വലിയൊരു പോരാട്ടം തന്നെ കാഴ്ചവെക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ലോകം കാത്തിരിക്കുന്ന ഈ ഒരു പോരാട്ടം എന്തായിരിക്കും എന്ന് അറിയുവാൻ വേണ്ടി നമ്മൾ ഓരോ ഫുട്ബോൾ പ്രേമികളുടെയും അടുത്തേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് ബ്രസീലിൻ്റെയും അർജൻറ്റീനയുടെയും ആരാധകരുടെ മുമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളേവരും ബ്രസീൽ അർജൻറ്റീന ഒരു സ്വപ്ന ഫൈനൽ നേരിൽ കാണാനുള്ള ആകാംക്ഷയിലാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് ടീമിനെയും പൂർണ്ണമായും പിന്തുണക്കാത്ത ഒരാളെന്ന നിലയിൽ, പ്രത്യേകിച്ച് പോർച്ചുഗലിനെയും ക്രിസ്ത്യാനോ റൊണാൾഡോനെയും ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഇപ്രാവശ്യത്തെ ഈ കിരീടം അർജൻറ്റീന നേടണമെന്ന ആഗ്രഹമുണ്ട്. ലയണൽ മെസ്സിയുടെ കരിയർ ഒരു കപ്പില്ലാതെ അവസാനിക്കരുതെന്ന് തീർച്ചയായിട്ടും ഒരു റൊണാൾഡോ ആരാധകൻ എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്രാവശ്യം അർജൻറ്റീനക്കൊപ്പമാണ് ഞാനും. അർജൻറ്റീന ജയിക്കട്ടെ. തീർച്ചയായും നല്ല പ്രകടനമാണ് ഓരോ മത്സരങ്ങളിലും അർജൻറ്റീന കാഴ്ചവെച്ചിട്ടുള്ളത്. തീർച്ചയായും ബ്രസീലും ശക്തമായ ടീം തന്നെയാണ്. ഇരു ടീമുകൾക്കും 50-50 ചാൻസ് ആണെങ്കിൽ പോലും അർജൻറ്റീനക്കാണ് അന്തിമ വിജയമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഈ ഒരു തവണ തീർച്ചയായിട്ടും ബ്രസീലിനെ മറികടന്ന് അർജൻറ്റീനക്ക് കഴിയുമെന്നുള്ളത്. തീർച്ചയായും അവരുടെ ഗോൾ കീപ്പർ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ 2 വർഷം ചിലിയോട് പെനാൾട്ടിയിൽ പരാജയപ്പെട്ട ആ ഒരു അർജൻറ്റീന അല്ല തീർച്ചയായിട്ടും ഇപ്പോഴുള്ളത്. അർജൻറ്റീനയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതിരോധത്തിലൊക്കെ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുന്നേറ്റ നിലയിൽ മെസ്സിക്കൊപ്പമുള്ള മാർട്ടിനസിനെ പോലുള്ള കളിക്കാരൊക്കെ വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നത്. തീർച്ചയായും അർജൻറ്റീനക്കാണ് ഞാൻ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. പക്ഷേ അത് കരുതി ഒരിക്കലും നമ്മൾ ബ്രസീലിനെ കുറച്ച് കാണേണ്ടതില്ല. നെയ്മറിനെ പോലെയുള്ള കളിക്കാരുടെ വ്യക്തിപ്രഭാവവും ഒരു ടീം സ്പിരിറ്റും, പണ്ട് നമ്മൾ പറയാറുള്ള പോലെ ഒരു സാമ്പാ താളവും എല്ലാം ബ്രസീലിൻ്റെ കളി മികവിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ തവണ ഞാൻ അർജൻറ്റീനക്കൊപ്പമാണ്. കാരണം മെസ്സിക്കൊരു കിരീടം കിട്ടണമെന്ന് മറ്റെല്ലാവരെ പോലെയും റൊണാൾഡോ ആരാധകൻ എന്ന നിലയിൽ മെസ്സിക്കൊരു കിരീടം കിട്ടണമെന്ന് തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്രാവശ്യം അർജൻറ്റീന ജയിക്കും. ഇപ്രാവശ്യം കോപ്പയിൽ അർജൻറ്റീന തോൽപ്പിച്ചിട്ട് ബ്രസീൽ കപ്പടിക്കും. അതിലെന്താ സംശയം? അർജൻറ്റീന ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര കോൺഫിഡൻസ്. അർജൻറ്റീന ഫൈനലിൽ തോൽക്കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ഉറപ്പ് ബ്രസീൽ ജയിക്കുന്നത്. മെസ്സി എത്ര ഫോമിലായിട്ട് എന്താ കാര്യം? അർജൻറ്റീനക്ക് ഫൈനലിൽ കപ്പടിക്കാൻ മെസ്സിനെ കൊണ്ട് കഴിയില്ല. അതല്ലേ മെസ്സിയുടെ എന്താ പറയുക, മെസ്സിയുടെ പോരായ്മ, ദുരന്തം. ഈ പ്രാവശ്യം തീർച്ചയായും അർജൻറ്റീന കപ്പടിച്ചിരിക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വഴുതി തലനാറിയടക്കുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കപ്പിൽ തീർച്ചയായും ഈ പ്രാവശ്യം അർജൻറ്റീന മുത്തം വെക്കും. ലയണൽ മെസ്സി ഭയങ്കര ഫോമായിട്ടുള്ള കളിയാണ്.
അതേപോലെ തന്നെ കോപ്പ അമേരിക്കയിൽ അതിമനോഹരമായ ഫ്രീ കിക്കിലൂടെ ഗോളടിച്ചത് അദ്ദേഹം മാത്രമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ പ്രാവശ്യം അർജൻറ്റീന തന്നെ കപ്പിൽ മുത്തമിടും. ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യത്തെയും പോലെ ആവില്ല. എല്ലാവരും നല്ല വാം ആൻഡ് ഫോമാണ്. എല്ലാവരും അതിമനോഹരമായി കളിച്ച് ജയിക്കും തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നതും. അത് ജയിക്കുക തന്നെ ചെയ്യും. ബ്രസീലിന് മുൻതൂക്കമുണ്ട് എന്തെന്ന് വെച്ചാലും ഈ പ്രാവശ്യം ചരിത്രം മാറുക തന്നെ ചെയ്യും. ഈ പ്രാവശ്യം കാരണം ഞങ്ങളെ ടീമിനോട്ടും ഞങ്ങളെ മെസ്സിനോട്ടും ഭയങ്കര ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഞങ്ങൾ രക്ഷിക്കും. ഇപ്രാവശ്യം എന്തായാലും അർജന്റീന കപ്പ് നേടും. കാരണം മെസ്സിയുടെ കുറേ കാലത്തെ ആഗ്രഹവും കുറേ കാലത്തെ കിട്ടാതെ പോയൊരു ഇതും കൂടിയാണ്. എനിക്ക് കിട്ടുന്ന നല്ല കോൺഫിഡൻസും ഉണ്ട്. പിന്നെ ഒന്നാമത് മെസ്സി നല്ലോണം ഫോമിലുമാണ്. ഇപ്രാവശ്യം എന്തായാലും നേടും. ഉറപ്പാണ് അർജന്റീന. വാമോസ് അർജന്റീന. മെസ്സിക്ക് ജയ്. ഇപ്രാവശ്യം കോപ്പ 2021 ചാമ്പ്യന്മാരാകാനുള്ള സാധ്യത ബ്രസീലാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അർജന്റീനയുടെ ബാക്ക് ലൈന് പോരാ, മാത്രമല്ല ബ്രസീലിൻ്റെ ഫോർവേഡ് നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ കോപ്പ അമേരിക്ക ബ്രസീലിന് കിട്ടാനാണ് സാധ്യത. ഫൈനലിന് ഒരു 2 ഗോളെങ്കിലും ബ്രസീൽ അടിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. മെസ്സി ഗോളടിച്ചത് നമ്മൾ പൊതുവെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അധ്വാനിച്ചിട്ട് മെസ്സി ഗോളടിച്ചിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ ഫ്രീ കിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ നീട്ടി കൊടുക്കണ ബോളിന് കാൽ വെച്ചിട്ടൊക്കെയാണ് ഗോളടിച്ചിട്ടുള്ളത്. അതേസമയം നമ്മുടെ ബ്രസീലിൻ്റെ മുന്നേറ്റ നിലയെ നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. അവരടിച്ച ഓരോ ഗോളുകളും അതിസുന്ദരമായിരുന്നു. നന്നായിട്ട് ഡ്രിബിൾ ചെയ്ത് ആൾക്കാരെ കട്ട് ചെയ്ത് അടിച്ചിട്ടുള്ള ഗോളുകളാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കപ്പ് ബ്രസീലിന് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. മറ്റുള്ള ഇപ്പോൾ സെമി ഫൈനൽ രണ്ടും ഷൂട്ടൗട്ടിലേക്ക് നീങ്ങിയ അർജൻറ്റീനയുടെ കളി. അപ്പോൾ ഇപ്രാവശ്യം ഫൈനലിൽ അത് ഷൂട്ടൗട്ടിൽ കൂടി നീങ്ങൂല എന്നുള്ളതാണ്. അതിൻ്റെ മുമ്പ് തന്നെ 2-0 ഏകദേശം 2 ഗോളിന് അതിൽ കൂടുതലോ ഗോളുകൾക്ക് ബ്രസീൽ ജയിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഈ വർഷം ഞങ്ങൾ മുത്തമിടും അർജന്റീന കോപ്പ അമേരിക്ക. നമുക്ക് ഞായറാഴ്ച നേരിട്ടിൽ കാണാം. വാമോസ് അർജന്റീന കീ. ബ്രസീൽ നല്ല ടീമാണ്. ഫൈനലിൽ കുറേ പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ജയിക്കുമെന്നാണ് പ്രതീക്ഷ. അർജന്റീനയെ തോൽപ്പിക്കും. അർജന്റീന കപ്പെടുക്കും. ബ്രസീൽ തോക്കും. മെസ്സി ഗോൾ ഇടും. നമ്മളെ ബ്രസീലിനോട് ജയിക്കുക ബ്രസീലിനെ. കാരണം ഓല് 3-0 ലീഡിലേക്കാണ്. ആണ്ടാ ബ്രസീൽ ജയിച്ചു. ബ്രസീലിനെ കപ്പെടുക്കുക. അഭിപ്രായങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീം, ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ബ്രസീൽ തന്നെ ജയിക്കുമെന്നും അർജൻറ്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം അർജൻറ്റീന തന്നെ ജയിക്കുമെന്നാണ് അവർ പറയുക. അത് സ്വാഭാവികമാണ്. പക്ഷേ കളിക്കളത്തിലെത്തുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം, അത് അന്നത്തെ ആ ഫൈനലിൽ ഏത് ടീമാണ് നന്നായി കളിക്കുക അവരായിരിക്കും ജയിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ബ്രസീലിൻ്റെയും അർജൻറ്റീനയുടെയും കോച്ചുമാർ അവർ എന്ത് തന്ത്രമാണ് മാറാക്കാനയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ബ്രസീലിന് നല്ല മുൻതൂക്കമുണ്ട്. കാരണം ഫൈനലുകളിൽ മികച്ച പ്രകടനം അവർ പുറത്തെടുക്കാറുണ്ട്. ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ ഫാൻ ഫൈറ്റുകൾ നടക്കുമ്പോൾ വരുന്ന സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അർജൻറ്റീനയിലെ ഫൈനലിലെ പ്രകടനം അത് വലിയൊരു സത്യം തന്നെയാണ്. 6 ടൂർണമെൻറ്റുകളോളം മത്സരിച്ചിട്ട് 6 ടൂർണമെൻറ്റുകളുടെ ഫൈനലുകളിലും അർജൻറ്റീന തോൽവി നേടുകയാണ് ഉണ്ടായത്. അതേസമയം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം 7ഓളം ടൂർണമെൻറ്റുകളിൽ ഫൈനലിലെത്തുകയും, അതായത് 21-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് ഈ പറയുന്നത്, 21-ാം നൂറ്റാണ്ടിൽ കളിച്ച 7ഓളം ടൂർണമെൻറ്റുകളിൽ ഫൈനലുകളിലെത്തിയ ടൂർണമെൻറ്റുകളിൽ ബ്രസീൽ കപ്പ് നേടിയിട്ടുണ്ട്. എന്നാൽ തന്നെയും ചരിത്രം അതായിരിക്കെ ഈ ഒരു കോപ്പ അമേരിക്കയെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഇരു ടീമുകളും അത്ര അവരുടെ കഴിവിനൊത്തിട്ടുള്ള ഒരു പ്രകടനം നടത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അർജൻറ്റീന മെസ്സിയെ വളരെ നല്ല രീതിയിൽ ആശ്രയിക്കുന്നുണ്ട്. ബ്രസീലാകട്ടെ 2019 കോപ്പ അമേരിക്കയിൽ നിന്നും വ്യത്യസ്തമായി നെയ്മറിനെ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് ഒരു പ്രകടനത്തിലൂടെയാണ് ഇതുവരെ കടന്നു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ ആവേശകരമായ ഒരു ഫൈറ്റിംഗ് മാച്ച് നമുക്ക് ഇതുവരെ ഇരു ടീമുകളിൽ നിന്നും ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അർജൻറ്റീന വളരെ ശ്രദ്ധയോടുകൂടി കപ്പ് നേടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഒരു ഗോളടിച്ച് പതുവെ ഡിഫെൻസീവായി കളിച്ച്
അവസാനം നോക്കിക്കഴിഞ്ഞാൽ സെമി ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ എത്തിയിട്ടാണ് ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. ബ്രസീലാണെങ്കിൽ ആദ്യ റൗണ്ടുകളിലെ മികച്ച പ്രകടനത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും നേരിയ ഒരു വിജയത്തോടു കൂടിയാണ് ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇരു ടീമുകളും തമ്മിലുള്ള ഈ ഒരു പോരാട്ടം അത് ഏതു തരത്തിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുക എന്ന് ശരിക്കും നമുക്കത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ആ മുൻതൂക്കം, അത് തന്ത്രങ്ങളിലെ മുൻതൂക്കം, അത് ആർക്കായിരിക്കുമെന്ന് നമുക്ക് മാറാക്കാനയിലേക്ക് തന്നെ ഞായറാഴ്ച പുലർച്ചയിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടി വരും. എന്തു തന്നെയായാലും മെസ്സിക്കൊരു കപ്പ് നേടിക്കൊടുക്കുക എന്നത് അർജൻറ്റീനൻ ആരാധകരുടെ വലിയൊരു ആഗ്രഹമാണ്. എനിക്ക് തോന്നുന്നത് അർജൻറ്റീന ആരാധകർ മാത്രമല്ല, മെസ്സിയെ ഇഷ്ടപ്പെടുന്ന ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികളും മെസ്സി കപ്പ് ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടീം എന്ന നിലയിൽ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഒരു ടൂർണമെൻറ്റിൽ ബദ്ധ ശത്രുക്കളെ തോൽപ്പിക്കുക എന്നത് അവരുടെ ഒരു വലിയ ഒരു ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവേശോജ്വലമായ ഒരു പോരാട്ടം തന്നെയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ആ കാര്യം ഉറപ്പാണ്. ഇനി ചാമ്പ്യന്മാർ ആരാകുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. അതുവരേക്കും ബായ്.